സുഹൃത്തുക്കളെ, നമ്മുടെ ചാനൽ റീച്ച് ആവാൻ ഒരു സിമ്പിൾ ട്രിക്കുകൾ പറഞ്ഞുതരാം. എനിക്ക് 1 മണിക്കൂറിൽ മാക്സിമം ഓടിക്കൊണ്ടിരുന്ന 1000 വ്യൂസ് 10,000-ൻ്റെ അകത്തായിരുന്നു. അതിപ്പോൾ മാറി നേരെ 1,00,000-ൻ്റെ മുകളിലും 1,60,000 ഇങ്ങനെയൊക്കെ ആവാൻ തുടങ്ങിയതിൻ്റെ കാരണം ചെറിയൊരു ട്രിക്ക്. കാരണം ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുന്നത് 6 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്. കാരണം ഇന്നത്തെ നമ്മുടെ ജനങ്ങൾക്ക് വന്നിട്ട് ലോങ് വീഡിയോസ് കാണുന്നതിലൂടെ താല്പര്യക്കുറവാണ്. അങ്ങനെ കണ്ടുവരുമ്പോൾ എൻഡിങ് തീരത്തില്ല. അപ്പോൾ നമ്മുടെ വ്യൂസ് ഇതാവത്തില്ല, ഫുള്ളാവത്തില്ല. അപ്പോൾ 6 സെക്കൻഡ് ആകുമ്പോൾ എന്തായാലും അതിൽ എന്തെങ്കിലും ചെറിയ കാര്യമുണ്ടെങ്കിൽ 6 സെക്കൻഡ് എന്തായാലും തീർത്ത് കാണും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ആദ്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് യൂട്യൂബിൽ ഡെയിലി വീഡിയോ ഇടുക, 4, 5, 6 വീഡിയോ ഇടുക. വീഡിയോ ഇടുന്നത് മിനിറ്റ് കുറച്ചിടുക. അതായത് 6 സെക്കൻഡ്, 10 സെക്കൻഡ്. പക്ഷേ വിടുന്ന വീഡിയോ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഞാൻ ഇടുന്ന ഒരു ക്വാളിറ്റി ഉള്ളതല്ല, ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ഒന്നും ഓടാറില്ല. ക്വാളിറ്റി ഉള്ള നല്ല വീഡിയോസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല പോലെ റീച്ചായി ഓടുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഒരു വീഡിയോ ഇട്ട് അത് 40 മണിക്കൂറായപ്പോൾ 18 ലക്ഷം ആൾക്കാർ കണ്ടു. വേറെ ഒരു വീഡിയോ 13 മണിക്കൂറായപ്പം തന്നെ ഏകദേശം 3 ലക്ഷം ആൾക്കാർ കണ്ടു. അപ്പം അങ്ങനെ വീഡിയോസ് ഓടാൻ തുടങ്ങി. ചില വീഡിയോസ് ഓടുന്നില്ല, അങ്ങനെ അതെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം ഏത് ചെയ്യുക, നമ്മുടെ മിനിറ്റ് കുറച്ചിടുക. ഇതാണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. മിനിറ്റ് കുറയ്ക്കുക. എത്രത്തോളം നിങ്ങൾക്ക് മിനിറ്റ് കുറയ്ക്കാൻ പറ്റുമോ. അപ്പോൾ ഓരോ വീഡിയോസ് എന്തായാലും ചിലപ്പോൾ 1 സബ്സ്ക്രൈബ്, 5 സബ്സ്ക്രൈബ് ഇങ്ങനെ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് 11,500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. കാരണം വീഡിയോ ഇട്ടുകൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം 600 വീഡിയോസ് അടുപ്പിച്ചായി. വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രമം മുന്നോട്ട് പോവുക. കാരണം എൻ്റെ വീഡിയോയ്ക്ക് ഒരു കണ്ടൻറ് ഇല്ല. കാരണം എനിക്ക് എല്ലാവരും അറിയാം. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ഇടുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കിട്ടിയാലും അതിലെൻ്റെ സൗണ്ട് കൊടുത്തിട്ട് ഇടുന്നതാണ്. അത് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അതിങ്ങനെ റീച്ച് ആവാൻ തുടങ്ങി, ഓടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയും കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കുന്നുണ്ട്. അതേപോലെ 1000 സബ്സ്ക്രൈബ് ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യുക, 5000 സബ്സ്ക്രൈബ് ആകുമ്പോൾ ഒരു വീഡിയോ ചെയ്യുക. അങ്ങനെയൊക്കെ ഓരോ വീഡിയോ ഇടുക. പിന്നെ നമ്മളെ മോഹൻലാലെന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതോ ഒരു നടൻ മുള്ളിയുടെ അടുത്ത് പറഞ്ഞതാണെന്ന് തോന്നുന്നു, ഈ ഫീൽഡിൽ നീ പിടിച്ചു നിന്നാൽ മതി, ക്രമേണ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങും. അതേപോലെ നമ്മുടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു നല്ല വീഡിയോസ് വരുമ്പോൾ നമ്മളെ ആൾക്കാർ തിരിച്ചറിയും. നമ്മളോട് ഇത് തോന്നും, നമ്മുടെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്ത് നോക്കും, കൊള്ളാവോ നോക്കും, അതിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കും. നമ്മൾ ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമായിരിക്കും, ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് സ്പാർക്ക് ആവുന്നത്. എന്തെങ്കിലും രീതിയിൽ ഓരോന്ന് സംഭവിക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടുന്ന മാക്സിമം നല്ല വീഡിയോ കിട്ടുമ്പോൾ നല്ല വീഡിയോ ആയിട്ട് എടുത്ത് ഇടുക. കാരണം നല്ല വീഡിയോ മോശം വീഡിയോ ആക്കി ചെയ്യരുത്. അതിനെ ഇത് ചെയ്യരുത്, ഓടത്തില്ല. അപ്പം മാക്സിമം നിങ്ങൾ നല്ലത് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഞാനും ചാനലുള്ളവർ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ കമൻറ്റിലേക്ക് കയറി അവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യും. തിരിച്ച് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു നിമിഷം നേരുന്നു.